നമ്മളിനി തീരമേഖലയിലെ വാർത്തകളിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ട്രോളിംഗ് വരാൻ പോകുന്നു. ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത് ആ കാലം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വറുതിക്കാലം കാണാം. തീരമേഖലയിൽ തോരാ വറുതിയുടെ ഒരു കാലമാണ്. പക്ഷേ ഈ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് തന്നെ വറുതിയിലായിരിക്കുകയാണ് മത്സ്യബന്ധന മേഖല. മത്സ്യലഭ്യത കുറഞ്ഞതോടെ ബോട്ടുകൾ പലതും ഇപ്പോൾ തന്നെ കരയ്ക്ക് അടുപ്പിച്ചു കഴിഞ്ഞു. കാലാവസ്ഥാ മാറ്റവും കള്ളക്കടൽ പ്രതിഭാസവും ഒക്കെ തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജോലി സാധ്യത മങ്ങിയതോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി തീരത്തുള്ളവർക്ക് വറുതിയുടെ കാലമാണ്. തീരത്ത് അടുപ്പിച്ചിരിക്കുന്ന ഈ ബോട്ടുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ ബോട്ട് ഉടമകളുടെയും മത്സ്യബന്ധന തൊഴിലാളികളുടെയും ജീവിതത്തിലേക്ക് കടന്നാൽ അത്ര സുഖകരമല്ല കാര്യങ്ങൾ. ട്രോളിംഗ് നിരോധനം വരാൻ ഇനിയും 15 ദിവസങ്ങളോളമുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ബോട്ടുകൾ കരയ്ക്കടുപ്പിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും കള്ളക്കടൽ പ്രതിഭാസവും മത്സ്യബന്ധന മേഖലയുടെ നടുവൊടിച്ചു. കാലവർഷത്തിന് മുമ്പായി പതിവായി ലഭിക്കുന്ന ചാകര ഇത്തവണ അപൂർവം. മത്സ്യലഭ്യതയിൽ ഇടിവ് സംഭവിച്ചതോടെ ചെലവ് താങ്ങാൻ കഴിയാതെ ബോട്ടുകൾ ഉടമകൾ കരയ്ക്കടുപ്പിച്ചു. കാസർഗോഡ് ആകെയുള്ള 260 ബോട്ടുകളിൽ 200 എണ്ണവും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കുറച്ച് ദിവസങ്ങളായി തന്നെ ബോട്ടുകളൊന്നും പോകുന്നില്ല. കാരണം ഇവിടെ കാലാവസ്ഥേൻ്റെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, വേനൽ മഴയാണെങ്കിലും പക്ഷേ കാറ്റും കൂളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടുകൾ ഇപ്പോൾ കടലിൽ പോകാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോട്ടുകൾക്ക് യഥേഷ്ടം പോകാനുള്ള ചാനൽ വഴി അവിടെ മണ്ണ് നിറഞ്ഞതുകൊണ്ടാണ് നമുക്കിവിടെ ബോട്ടുകൾക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥ കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മേഖലയിൽ 80% അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ജോലി കുറഞ്ഞതോടെ ഇവർ ജന്മനാട്ടിലേക്ക് മടങ്ങി. ഇനിയിപ്പോൾ അത്ര ദിവസമല്ലോ, കാരണം ഇനി നിന്നിട്ട് വലിയ ഗുണമില്ലാന്ന് തോന്നിക്കൊണ്ട് അവർ നാട്ടിൽ തിരിച്ചു പോയി. അടുത്ത വർഷം ഇനിയിപ്പം ആഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരാണ്ടിരിക്കില്ല. മത്സ്യലഭ്യത കുറഞ്ഞതോടെ കടലോരങ്ങളിൽ ഇത്തവണ വറുതി നേരത്തെ എത്തുകയാണ്. ട്രോളിംഗ് നിരോധനവും കഴിഞ്ഞ് ഇനിയും ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ബോട്ടുകൾ കടലിലിറക്കാൻ കഴിയുക. അതുവരെ വറുതി തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് പനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.